DLF ഫ്ലാറ്റിലെ അതിസാര വ്യാപനം ഈ സർവത്ര പ്രശ്നമായിട്ടാണ് ഈ കാക്കനാട് DLF ഫ്ലാറ്റ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരിക്കൽ രോഗം വന്നവർക്ക് കൂടി വീണ്ടും വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വളരെയധികം ആശങ്ക ഉളവാക്കുന്നുണ്ട് മറ്റു താമസക്കാർക്ക്. അതുപോലെ തന്നെ ഈ കൊച്ചി നഗരത്തിനായി പ്രഖ്യാപിച്ച കുടിവെള്ള പദ്ധതിയുണ്ട്. ഇത് സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാണ് ഇതിനൊക്കെ യഥാർത്ഥ ഉത്തരവാദികൾ എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. സുധീഷ്, DLFിലെ അതിസാരം ഇപ്പോഴും കൂടുതൽ പേരിലേക്ക് പകർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ മാത്രം 65 പേർക്ക് കൂടി രോഗം വന്നു. അതിനേക്കാൾ നിർണായകമായ ഒരു വിവരം ഇന്ന് രാവിലെ വരുന്നത് 17-ാം തീയതി ഇവിടുന്ന് ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകൾ, അത് ഈ DLF ഫ്ലാറ്റിലെ 15 ടവറുകളാണുള്ളത്. ഈ 15 ടവറുകളിലെയും ടാങ്കുകളിൽ നിന്നുള്ള വെള്ളം പ്രത്യേകമായി ശേഖരിച്ച് പരിശോധന നടത്തിയതിൽ 2 ടാങ്കുകൾ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ജലസ്രോതസ്സിൽ മാത്രം, അതായത് കിണറ്റിലെ വെള്ളത്തിലായിരുന്നു കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ 2 ടാങ്കുകൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വീണ്ടും രോഗികൾ എത്തുന്നതിൻ്റെ കാരണം ഈ ടാങ്കുകളിലൊക്കെയും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് എന്നത് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. ഇത് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയിലല്ല, സ്വന്തം താല്പര്യപ്രകാരം ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ സ്വകാര്യ ലാബുകളിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അത് രോഗവ്യാപനം കൂടുന്നതിന് കാരണമാകുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് തന്നെ അവിടുത്തെ താമസക്കാരെ എത്തിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ ഏറ്റവും പ്രധാനമായ സംഭവം, ഇതിൻ്റെ ഈ രോഗികളിലെ രക്തവും മറ്റും കൾച്ചർ ചെയ്തതിൽ ഈ കോളി ബാക്ടീരിയ അവരുടെ ഇത് രക്തത്തിൽ കലർന്നിരിക്കുന്നു, ഇല്ലെങ്കിൽ അവരിൽ അത് ബാധിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. അതുതന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് സാധാരണ പല ആൻറ്റിബയോട്ടിക്കുകളും ഫലപ്രദമല്ല എന്നുകൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ, അതായത് ഇത്തരത്തിൽ കൾച്ചർ ചെയ്ത് കൃത്യമായ ആൻറ്റിബയോട്ടിക് തന്നെ നൽകിയില്ലെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ അതിസാരവും മറ്റും മാറാൻ ഇടയില്ല എന്നതാണ് കണ്ടെത്തൽ. അതോടൊപ്പം തന്നെയാണ് നേരത്തെ രോഗം വന്ന് ഭേദമായവരിൽ വീണ്ടും രോഗം പിടിപെടുന്നു. അപ്പോൾ അതും വലിയ രീതിയിലുള്ള ആശങ്ക. ഈ രീതി തുടർന്നാൽ അത് ഇതിനേക്കാൾ ഗൗരവതരമായ അസുഖങ്ങളിലേക്ക് പോകുമോ എന്ന ഒരു ആശങ്കയും അവിടുത്തെ താമസക്കാരെ സംബന്ധിച്ച് നിലനിൽക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്, ഇപ്പോൾ തന്നെ നമുക്ക് ഈ ആദ്യം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് തന്നെ അവിടുത്തെ കിണറ്റിലെ ആ ജലസ്രോതസ്സിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ കോളി ബാക്ടീരിയ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായി ഇവർ പറയുന്നത്, ഇവർക്ക് ജല അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത് പ്രതിദിനം 25,000 ലിറ്റർ വെള്ളം മാത്രമാണ്. അവിടുത്തെ വേണ്ടത് 4,70,000 ലിറ്ററോളം വെള്ളം. അതായത് 6,000-ഓളം പേര് താമസിക്കുന്നതാണ്. 1,268 ഫ്ലാറ്റുകളുണ്ട്. ഇത്രയും പേർക്കുള്ള വെള്ളം എത്തിക്കാൻ ജല അതോറിറ്റിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റ് ജലസ്രോതസ്സുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വെള്ളമെല്ലാം പുറത്തുനിന്ന് ടാങ്കറിൽ എത്തിച്ചാണ് ഇത്രയധികം വെള്ളവും അവിടെ ആൾക്കാർക്ക് വേണ്ടി എത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കൊച്ചി നഗരത്തിനായി പ്രഖ്യാപിച്ച കുടിവെള്ള പദ്ധതി സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചതിൻ്റെ ഒരു തിക്തഫലം എന്താണ് എന്ന് ബോധ്യപ്പെടുന്നത്. ഇതേസമയം ഈ പദ്ധതി അട്ടിമറിക്കുമ്പോൾ അവർ ചെയ്തത് പെരിയാറിൽ നിന്നും 40 മെട്രിക് ടൺ ലിറ്റർ വെള്ളം അത് കിൻഫ്ര എന്ന വ്യവസായ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നു. ഇതിലെ ഏറ്റവും രസം, ആ വ്യവസായ സ്ഥാപനത്തിലേക്ക് വെള്ളം എത്തിക്കുമ്പോൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നതിൽ ഭൂരിഭാഗം പേരും ഈ കാക്കനാട് തൃക്കാക്കര ഭാഗത്തൊക്കെ താമസിക്കുന്നതാണല്ലേ, കൊച്ചിയിലെ എടപ്പള്ളി ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നവരാണ്. ആ ഭാഗങ്ങളിലൊന്നും വെള്ളമില്ലാതെ ഇവരുടെ വ്യവസായ സ്ഥാപനത്തിൽ മാത്രം വെള്ളം ലഭിക്കുമ്പോൾ, ലഭ്യമാക്കാൻ സർക്കാർ ശുഷ്കാന്തി കാട്ടുമ്പോൾ ഈ ആൾക്കാർ ജോലി ചെയ്യാൻ പോലും കൃത്യസമയത്ത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം വെള്ളമില്ലാത്തതിനാൽ പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ തല തിരിഞ്ഞ സർക്കാരിൻ്റെ സമീപനം തന്നെയാണ് ഒരു തരത്തിൽ ഇപ്പോൾ DLFിലെ ഈ രോഗവ്യാപനത്തിനും കാരണമായത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിന്നും ആരോഗ്യവകുപ്പ് ശേഖരിച്ച കുടിവെള്ള സാമ്പിളുകളിലെയും മറ്റും പരിശോധനാ ഫലം ലഭിക്കാൻ 3 ദിവസം കൂടി കാത്തിരിക്കണമെന്നാണ് DMO അറിയിച്ചിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ അവിടെ മറ്റ് കോർഡിനേഷൻ അടക്കം, ഇല്ലെങ്കിൽ വേണ്ട മെഡിക്കൽ ക്യാമ്പുകൾ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ ബന്ധു ഈ DLF ഫ്ലാറ്റിലുണ്ട്. അവർ വിളിച്ച് ആരോഗ്യമന്ത്രിയോട് സംസാരിച്ച്, അതായത് മന്ത്രിയുടെ ബന്ധുവിന് അസുഖം വരേണ്ടി വന്നു സാധാരണക്കാരായവരിലേക്കും ഉൾപ്പെടെ, ഈ ഒരു ശ്രദ്ധ അതിശയിപ്പിക്കുന്ന കാര്യമാണല്ലോ സുധീഷ്. ആരോഗ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ഈ ഭരണതലപ്പത്തുള്ളവരുടെ ബന്ധുക്കൾക്ക് പ്രശ്നം വന്നാൽ മാത്രമേ ഇനി പൊതുജനങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാവുള്ളൂ.
അത്തരം ഒരു അനുഭവമാണ് ഈ DLF ഫ്ലാറ്റിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് നേരത്തെ പലതവണ പലരും സ്വകാര്യമായി അറിയിച്ചിരുന്നെങ്കിൽ പോലും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ഫ്ലാറ്റിലെ അസോസിയേഷൻകാർക്കെതിരെ അവിടുത്തെ താമസക്കാർക്ക് പരാതിയുണ്ട്. കാരണം ഇത്തരം പരിശോധനാ ഫലങ്ങൾ വന്ന് അത് യഥാസമയം ആരോഗ്യവകുപ്പുമായോ ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയായോ പങ്കുവെക്കുന്നതിൽ അവർ വീഴ്ച വരുത്തി. എന്നാൽ നിരവധി ഇത്ര അധികം ആൾക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലുമ്പോൾ ആ ആശുപത്രിയിൽ നിന്നും DMO ഓഫീസിലേക്കും മറ്റും വിവരം അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായില്ല. അത് ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേടാണ്. ആ രീതിയിൽ നിരവധി പേരെ ഇത്തരത്തിൽ ഇത്രയും വ്യാപിക്കുന്നതിന് ഈ രോഗവ്യാപനം ആദ്യഘട്ടത്തിലായിരുന്നെങ്കിൽ വളരെ നിസ്സാരമായി പ്രതിരോധിക്കാമായിരുന്നെങ്കിൽ ഇതിപ്പം വലിയ രീതിയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അതാണ് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കുട്ടികളിലും പ്രായമായവരിലും ഇത് വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഡീഹൈഡ്രേഷനോടൊക്കെ വരുമ്പോൾ അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ രോഗം ബാധിക്കുന്നവരെ എത്തിക്കുന്നുണ്ട്. അത്തരം ഘട്ടത്തിൽ ഇപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഈ ഫ്ലാറ്റിൽ തന്നെ എത്തി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എത്ര ദിവസം ഉണ്ടാകും എന്നതും പ്രശ്നമാണ്. ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇതിൻ്റെ കൃത്യമായ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. ഇത് എവിടെ നിന്ന് വന്ന വെള്ളത്തിലൂടെയാണ് ഈ ടാങ്കുകളിലേക്കും ഈക്കോളി ബാക്ടീരിയ എത്തിയത് എന്നതും കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിനെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ സാധിക്കൂ. തീർച്ചയായും സുധീഷ് ഇപ്പോൾ പങ്കുവെച്ചത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ കാരണം പ്രശ്നങ്ങൾ ഈ സർക്കാരിൻ്റെ അധികൃതരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ ഈ മന്ത്രിമാരുടെ ബന്ധുക്കളുടെ വീടിനൊക്കെ അടുത്ത് പോയി താമസിക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെയൊക്കെ പറ്റുമോ എല്ലാവർക്കും? എന്നാലും ഈ ഒരു കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണം. കാരണം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മന്ത്രിയുടെ ബന്ധു വിളിച്ചു പറഞ്ഞാൽ മാത്രമല്ല സാധാരണക്കാർക്കും, കാരണം ജനാധിപത്യ സംവിധാനത്തിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്, സാധാരണക്കാരായ ആര് പറഞ്ഞാലും ഇതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് രേഖപ്പെടുത്തി ജനപ്രതിനിധികളെ ജയിപ്പിച്ച് വിടുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ജനങ്ങളാണ് രാജാക്കന്മാർ. സ്വാഭാവികമായും ജനാധിപത്യ രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ